പൂച്ച എന്തിയടാ? എന്തിയെ പൂച്ച എന്തിയെ? പൂച്ച എന്തിയെ? നീ ഉണ്ടായിരുന്നോ? എൻ്റെ പൊന്നോ, ആ പാടെ കോലം തെറ്റിയിരിക്കുന്ന ഒരു സമയമാണ്. പോത്തു കുത്താൻ ഓടിച്ചെന്നും പറഞ്ഞുകൊണ്ട് പെമ്പറന്നോത്ത് വീട്ടിൽ പോയി. പുതിയൊരു പൂച്ചക്കുഞ്ഞ് തന്നെ കയറി വന്നതിന് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മ്യാവുകുട്ടി ഇറങ്ങിപ്പോയി. അവളും മിസ്സിങ്ങാണ്. ആകപ്പാടെ ഒരു പരാജയത്തിൻ്റെ വ്ലോഗാണ് ഗൈസ്. റോസിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റോസ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്ന ആറ്റിറ്റ്യൂഡിലാണ് വന്നു കയറിയ പൂച്ചക്കുട്ടി. നമ്മുടെ പുതിയ പൂച്ചക്കുഞ്ഞ് പരിക്കത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഞാവക്കുഞ്ഞ് ഓടിപ്പോവാ കേട്ടോ. അവള് നിൽക്കുന്നില്ല, ഭയങ്കര ഉടക്കായി, ആകപ്പാടെ പ്രശ്നമായിട്ടിരിക്കുവാണ്. മറ്റോളെ അടുപ്പിക്കുന്നേ ഇല്ല. രാവിലെ മുതൽ അവളെ കാണുന്നുമില്ല. ഈ പുള്ളി വന്നത് മറ്റേ പുള്ളി ആകപ്പാടെ പ്രശ്നങ്ങളാക്കി നടക്കുവാണ്. എങ്ങനെയെങ്കിലും രണ്ടുപേരും കൂടെ ഒന്ന് കൂട്ടാക്കിക്കണം. ഇവിടെ ഭയങ്കര കളിയാക്കിയാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. മറ്റേ പാർട്ടിയാണ്. ഞാങ്ങോട്ടെ കരുവാ, വാങ്ങോട്ടെ. പെരമുക്കത്തോട്ടെ ഇരിക്കുന്നേ. വാങ്ങോട്ടെ കരുവാ. ഇപ്പൊ ഇങ്ങോട്ടും കയറത്തില്ല, താഴോട്ടും ഇറങ്ങത്തില്ലാത്ത അവസ്ഥ ഇരിക്കുവാ. വരാൻ വാ. ഒരു പട്ടിക്ക് ഒരു പട്ടി കാണത്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാ, പക്ഷെ ഒരു പൂച്ചക്ക് വേറൊരു പൂച്ച കാണത്തില്ലെന്ന് പറഞ്ഞാൽ അതും കുഞ്ഞുങ്ങള് മറ്റൊക്കെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിനെ. രാവിലെ മുതൽ നമ്മുടെ ഞാവുകൂട്ടിനെ തപ്പി ഞാൻ നടക്കാത്ത വഴിയില്ല. കുന്തം പോയ കുടത്തിലും തപ്പണം എന്നുള്ള പഴഞ്ചൊല്ലൊക്കെ വെച്ച് തപ്പാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഇവൻ മറിഞ്ഞു കിടക്കുന്ന കലമ്പരം നോക്കി ഈ പൂച്ചനെ നമ്മള് എന്നല്ലേ വിളിക്കുന്നേ. 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ വിളിക്കാൻ നല്ല സുഖമുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ നമ്മുടെ നാക്ക് അനങ്ങാതെ ഉണ്ടൊക്കെ വരും. എൻ്റെ നാക്കിൻ്റെ വെള്ളമൊക്കെ പറ്റി ഞാൻ ആകെപ്പാടെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് എവിടുന്നോ എനിക്ക് വിശക്കണോ എന്നും പറഞ്ഞുകൊണ്ട് കയറി വന്നു. അവിടെ പോയതാ ഞാവോ? അവിടെ പോയായിരുന്നോ? ഇത് വേണോ? ഇത് വേണോ? അവിടെ പോയതായിരുന്നോ? വഴക്കാണോ? അങ്ങനെ അവസാനം നമ്മൾ പൂച്ചു മടങ്ങി വരൂ എന്ന് ലോക്കൽ എഡിഷനിൽ പരസ്യം ചെയ്തപ്പോൾ നമ്മുടെ പൂച്ച തിരിച്ചു വന്നു. അപ്പം ഇത് കാണിച്ചൊക്കെ കൂട്ടിക്കൊണ്ട് വന്നു. എവിടെ നിന്നൊക്കെയോ വന്നതാണ്. അല്ലേ ഞാവൂ? ബാ, എടാ ഒന്നും മിണ്ടായിരിക്കടാ, നിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. അതെ, നീ ഇങ്ങോട്ടേ ഓടിപ്പോണേ? ഒന്ന് ഇങ്ങോട്ടാ. ഇത് വേണോ നിനക്ക്? എല്ലായിടത്തും പോയിരുന്ന എങ്ങനെ തീരു തന്നെ? നീയാ മെയിൻ. എൻ്റെ ചൂച്ചിനെ നമുക്ക് കൊടുത്തേക്കാം എന്നാ, കണക്കുവാണെങ്കിൽ. ഇഷ്ടമില്ലേ? അന്നേരം ഞാൻ അടുപ്പിക്കാൻ നോക്കി. എന്ത് ചെയ്തിട്ടും നമ്മുടെ വന്ന പൂച്ചക്കുഞ്ഞും വീട്ടിലുള്ള പൂച്ചക്കുട്ടിയും ഒരു രക്ഷയില്ല, അടുക്കുന്നേ ഇല്ല. അവസാനം എങ്ങനെയാണ് അടുപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ.
അങ്ങനെ ഒരു കഷ്ണം ചരടിലും ഒരു ചക്കക്കുരുവിലും അവർ പരിചയപ്പെട്ടു തുടങ്ങുകയാണ്. അങ്ങനെ അവരുടെ ഇടയ്ക്കുള്ള മഞ്ഞുപാളി ഉരുകും എന്ന പ്രത്യാശയിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.